ഹായ് കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ. നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണോ? കഥ പറയട്ടെ. വിശന്നിരുന്ന ഒരു മനുഷ്യന് കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി കൊടുത്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗിലെയാദ് എന്ന ദേശത്ത് തിസ്ബ്യ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ദൈവപുരുഷനായ പ്രവാചകനാണ് ഏലിയാവ്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം ഈ ഏലിയാവിനെ നേരത്തെ കൂട്ടി അറിയിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. ഒരിക്കൽ ആഹാബ് എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു രാജാവ് അവിടെ ഉണ്ടായിരുന്നു. ഈ ആഹാബിനോട് രാജ്യത്ത് ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും പെയ്യുകയില്ല എന്ന് നീ പോയി പറയണം എന്ന് ഏലിയാവ് എന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് പോയി ആഹാബിനോട് പറഞ്ഞു. രാജാവിനോട് നേരിട്ട് പോയി പറഞ്ഞാൽ രാജാവ് എന്തു ചെയ്യുമായിരിക്കും? കൂട്ടുകാർക്ക് പറയാമോ? രാജാവ് കൊന്നുകളയുമല്ലേ? ഇവിടെയും രാജാവിനോട് പോയി പറഞ്ഞ ഏലിയാവ് ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവപുരുഷനായ ഏലിയാവ് എന്തു ചെയ്തെന്നോ? ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്നും എഴുന്നേറ്റ് കെരീത്ത് എന്ന സ്ഥലത്ത് ഒരു തോടുണ്ട്, അവിടെ പോയി ഒളിച്ചിരിക്കണം. ഏലിയാവ് അതുപോലെ ചെയ്തു. ഏലിയാവ് ആ തോട്ടിൽ പോയി ഒളിച്ചിരുന്നു. പക്ഷേ ഉണ്ടല്ലോ കൂട്ടുകാരെ, കുറെ കഴിഞ്ഞപ്പോൾ ഏലിയാവിന് വിശന്നു. ആ തോട്ടിൽ എവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണം കിട്ടാനാണ്? പാവം ഏലിയാവ് അങ്ങനെ വിശന്നിരിക്കുമ്പോൾ ദൈവം എന്തു ചെയ്തെന്നോ? ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചു, കാക്കേ, നീ പോയി ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ആ തോട്ടിനടുത്ത് ഒരു പ്രവാചകൻ ആഹാബ് രാജാവിനെ പേടിച്ച് പോയി ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നും രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി കൊടുത്തു. അപ്പവും കഴിച്ച് തോട്ടിലെ വെള്ളവും കുടിച്ച് ഏലിയാവ് അവിടെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാതിരുന്നതിനാൽ തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. ഇനി എന്തു ചെയ്യും? എവിടെ നിന്ന് വെള്ളം കുടിക്കും എന്നോർത്തിരിക്കുമ്പോഴുണ്ടല്ലോ ദൈവം വീണ്ടും ഏലിയാവിനോട്, ഇനി നീ ഇവിടെ നിന്നും എഴുന്നേറ്റ് സാറാഫാത്ത് എന്ന സ്ഥലത്ത് പോകണം. അവിടെ പിതാവ് മരിച്ചുപോയ ഒരു ബാലനും അവൻ്റെ അമ്മയുമുണ്ട്. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ആ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് സാറാഫാത്തിൽ പോയി. ഏലിയാവ് പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ട് വരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴുണ്ടല്ലോ ഏലിയാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിധവയുടെ മകന് സുഖമില്ലാതെയായി. രോഗം വളരെ കൂടുതലായി. പാവം മകൻ മരിച്ചുപോയി. ഉടനെ ആ അമ്മ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്
ഏലിയാവിൻ്റെ അടുക്കൽ പോയി. പ്രവാചകനെ, അയ്യോ, എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ അവളോട് പറഞ്ഞു, നിന്റെ മകനെ ഇങ്ങ് തരിക. എന്നിട്ട് ഏലിയാവ് എന്തു ചെയ്തെന്നോ? പ്രവാചകൻ കുട്ടിയെ കട്ടിലിന്മേൽ കിടത്തി, പിന്നെ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്നു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ കുട്ടിയുടെ ജീവൻ അവനിൽ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ ജീവൻ അവനിൽ മടങ്ങി വന്നു. അങ്ങനെ കുട്ടി ജീവിച്ചു. ജീവിച്ച കുട്ടിയെ ഏലിയാവ് കുട്ടിയുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥ ബൈബിളിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. വീണ്ടും കഥയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.